വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹീറോയുടെ കരിസ്മ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹീറോ ഹോണ്ട കരിസ്മ എന്ന് പറയുന്നൊരു മോഡല് 2003 കാലഘട്ടത്തിലാണ് ഇറങ്ങിയത്. അന്ന് ഹീറോ ഹോണ്ടയായിരുന്നു കരിസ്മ ഇറക്കിയിരുന്നത്. അപ്പോൾ അന്ന് 200cc സെഗ്മെൻറ്റിലെ ഒരു സ്പോർട്സ് വാഹനം ഏതാണ് ഈ ടൂ വീലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കണ്ണും പൂട്ടി പറയാൻ, അതോടൊപ്പം തന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു വാഹനമായിരുന്നു കരിസ്മ. അന്ന് ഋത്തിക് റോഷനൊക്കെ ആയിരുന്നു നമുക്ക് കരിസ്മയുടെ വാഹനം കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അതേ ഒരു പ്രതാപം തന്നെ, അതേ ഒരു രാജകീയത്വം തന്നെ ഇന്നും കരിസ്മ നിലനിർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം കാണുമ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ കളറിലുള്ള കോട്ടൊക്കെ ഇട്ടുകൊണ്ട് മഴയത്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ബോധപൂർവ്വമല്ല, അത് യാദൃശ്ചികം മാത്രമാണ്. അപ്പോൾ അധികം നമ്മൾ വലിച്ചിട്ടുള്ള നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്കറിയാവുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പം നമ്മളെ ഹീറോ ഹോണ്ട കരിസ്മ, അതിനുശേഷം ഹീറോ കരിസ്മ XMR എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു മോഡലാണിത്. നമുക്കിതിൻ്റെ യെല്ലോ, അതേപോലെ റെഡ്, ബ്ലാക്ക് എന്നീ 3 കളറുകളിലാണ് ഈ വാഹനം ലഭ്യമാവുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള ആ ഒരു കരിസ്മ എന്നുള്ള പഴയൊരു പ്രതാപം തന്നെ അതേ രീതിയിൽ നിലനിർത്തിയിരിക്കുന്നതാണ് നമുക്കിതിൻ്റെ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വൈസ് നമ്മൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു DRLൻ്റെ ടൈപ്പിലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹീറോ എന്ന് പറയുന്നതിന് പകരം ആ Hന് പകരം ചെറിയൊരു ബാഡ്ജിങ് ഒക്കെ നമുക്ക് തിരിയാത്ത രീതിയിലുള്ള ഒരു ചെറിയൊരു ബാഡ്ജിങ് ഒക്കെ ഹീറോ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കരിസ്മ എന്ന് ഉള്ള ബാഡ്ജിങ്ങിനേക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് XMR എന്ന് പറഞ്ഞുകൊണ്ട് കരിസ്മ ഒരു ബ്ലാക്കിൽ നമുക്ക് അധിക രീതിയിൽ എടുത്തു കാണിക്കാത്ത രീതിയിൽ ഒരു ചെറിയൊരു ബാഡ്ജിങ്ങിലാണ് കരിസ്മ കൊടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് XMR എന്നുള്ള രീതിയിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതേപോലെ തന്നെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, അതായത് ഏറ്റവും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ പിറകിലുള്ള ഡിസൈനിങ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള, നമുക്ക് ഈ ഒരു വാഹനം വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഹെമയുടെ R15 ആയിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡിസൈന് വരുന്ന, എന്നാൽ 210cc വരുന്ന R15 ഒക്കെ ഇന്നും 150cc സെഗ്മെൻറ്റിൽ വാഹനം ഇറക്കി കൊടുക്കുമ്പോൾ 210cc 200cc ആണ്, 200cc, 250cc, 300cc ഒക്കെ സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ 210cc ഈ ഒരു വാഹനം ഇറങ്ങിയിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് വരുന്നത്. പിന്നെ അതുപോലെ ഡിസ്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കും, കുഴപ്പമില്ലാത്ത രീതിയിൽ 300 mm ആണെന്ന് തോന്നുന്നു ഡിസ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നമ്മൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിന് പകരം അപ്സൈഡ് ഡൗൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാലും അതിൻ്റെ ഹോണും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഉള്ളിൽ നമുക്ക് കാണാത്ത രീതിയിൽ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് ലിക്വിഡ് കൂൾ എഞ്ചിൻ, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു കുഞ്ഞ് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 210cc ഉള്ള, അതേപോലെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു രക്ഷയുമില്ലാത്ത നമുക്കെന്തോ ഒരു വലിയൊരു പ്രീമിയം വാഹനം ഡിസൈൻ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പ്ലസ് യെല്ലോ എന്നതാണ് ഈ ഒരു വാഹനത്തിന്. ഇതെനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ നമ്മളെ കരിസ്മേനകത്ത് കുറച്ചുകൂടി വളരെ റോഡ് പ്രസൻസ് കൊടുക്കുന്ന ഒരു കളറാണ് ഈ ബ്ലാക്ക് പ്ലസ് ഈ യെല്ലോ കളർ വരുന്നത്. പിന്നെ ഈ ഒരു സൈലൻസറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരു സിൽവറിൻ്റെ കളറാണ്, അലൂമിനിയം കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ടയർ സൈസ്, പിറകിലെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതിനകത്ത് നൈലോൺ ഗ്രിപ്പ് സേപ്പറിൻ്റെ ടയറാണ്, MRFൻ്റെ ടയറാണ് ഇപ്പോൾ നിലവിൽ ഈ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 140/70/17 പിറകിലെ ടയർ സൈസ് വരുന്നത്. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഒരു സെമി കവേർഡ് ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പിറകിലുള്ള ആ ഒരു മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തതും, അതേപോലെ സെൻറ്റർ സസ്പെൻഷൻ, മോണോ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ അതേപോലെ ഗിയറിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഗിയർ ലിവറും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ മിറർ നമ്മുടെ സാധാ സ്പോർട്സ് വാഹനങ്ങളിൽ വരുന്നത് പോലെയുള്ള മിറർ, നമുക്ക് ഹാൻഡിലിൻ്റെ മുകളിൽ മിററും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ വൈസറിൻ്റെ മുകളിൽ നല്ല ക്വാളിറ്റിയുള്ള, എന്നാലും നല്ല വിസിബിലിറ്റിയുള്ള, വിശാലമായി കിടക്കുന്ന ഒരു സ്പോർട്സ് ബൈക്കിൽ കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള മിറേഴ്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു, പെട്ടെന്ന് എനിക്ക് മാത്രം തോന്നുന്നറിയില്ല, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ്സ് പോലെ ഒരു ചെറിയൊരു ഫീലിങ്സ് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല.
പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് അപ്രോക്സിമേറ്റ് 2,25,000 2,25,000 ഒരു സ്പോർട്സ് വാഹനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വാല്യൂ ഫോർ ദ മണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഒരു 150 cc വാഹനം, 160 cc വാഹനങ്ങളൊക്കെ നിലവിലെ മാർക്കറ്റിൽ നമുക്കറിയാം ഒരു 1,80,000, 1,90,000, 1,70,000 വന്ന് നിൽക്കും നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് ഇത്രയും നല്ല രീതിയിൽ സ്പോർട്സ് ടൈപ്പ് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏകദേശം 10-35 ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ മീറ്റർ കൺസോളിനകത്ത് വരുന്നുണ്ടെന്നാണത്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ പിന്നെ വേണ്ട നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം ചാർജിങ് സ്ലോട്ട്, പിന്നെ അതേപോലെ തന്നെ ഡ്യുവൽ ഇൻഡിക്കേറ്റർ അല്ലെ അസാഡ് ഇൻഡിക്കേറ്റർ, പിന്നെ അതേപോലെ അങ്ങനെ കണ്ട ഒരുപാട് ബേസിക്, പിന്നെ അതേപോലെ ഡ്യുവൽ ചാനൽ ABS, അതേപോലെ സ്വിച്ച് മോഡ് ഓപ്ഷൻസ്, അങ്ങനെ കണ്ട ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ഒരു സ്പോർട്സ് വാഹനം നല്ല രീതിയിൽ ഡിസൈൻ, അതിലുപരി ബിൽഡ് ക്വാളിറ്റി, സാധാരണ നമ്മൾ R15 കാണുന്ന ഒരു ഫൈബർ ക്വാളിറ്റി ഒന്നല്ല ഇതിനകത്ത് വരുന്നത്. നല്ല രീതിയിലൊരു ബിൽഡ് ക്വാളിറ്റി ഒരു വാഹനത്തിനകത്ത് വരുന്നത്, അത്തരത്തിൽ ബിൽഡ് ക്വാളിറ്റി. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ എടുത്തു പറയുന്നത് ഇതിൻ്റെ സീറ്റ്, നല്ല രീതിയിലുള്ള കുഷൻ സീറ്റ് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്ന സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹീറോയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വാഹനം എടുത്തതിന് ശേഷം ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യണമെന്ന്, സീറ്റിൻ്റെ കാര്യത്തിൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിറകിലത്തെ സീറ്റും അതേപോലെ തന്നെ പില്ലിയനുള്ള സീറ്റും നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2,25,000 എന്ന് ഏകദേശം പ്രൈസാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. അപ്പോൾ ആ ഒരു റേറ്റിനകത്ത് ഈ ഒരു വാഹനം വാല്യൂ ഫോർ ദ മണി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലെ ഡിസൈൻ വൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മളിതിൻ്റെ ഹസാർഡ് ലൈറ്റ് കൂടി പകലായതുകൊണ്ട് എത്രത്തോളം നമുക്ക് വിസിബിലിറ്റി കിട്ടുമെന്നറിയില്ല. എന്തായാലും ഒരു കുഞ്ഞ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ഈ ഒരു ഇൻഡിക്കേറ്റർ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ KTM ആണ് ഈ ഇൻഡിക്കേറ്റർ ആദ്യമായിട്ട് ഡ്യൂക്ക് അതേപോലെ RC ഇതിനകത്തൊക്കെ കൊണ്ടുവന്നത്. ഇന്ന് എല്ലാ വാഹനങ്ങളും ഈ രീതിയിലുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിലവിൽ ഹഗ്ഗറോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശ വണ്ടികൾക്കും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ മഴക്കാലത്ത് കുറച്ച് ചളി തെറിക്കും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹഗ്ഗർ ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അലോയ് വീലിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസൈനുള്ള ഡയമണ്ട് കട്ട് അലോയ് വീലിംഗ് തന്നെയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലോട് കൂടിയിട്ടുള്ള അലോയ് വീല് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. സാധാരണ വരുന്നത് പോലെ തന്നെ ട്യൂബ്ലെസ് ടയറാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഷാസി കാര്യങ്ങളൊക്കെ, അതിൻ്റെ ചേസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്നും പറയാത്ത രീതിയിൽ ഒരു വയറിങ്ങോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ഫൈബറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റും കാര്യങ്ങളൊന്നും കട്ടാവുന്ന ആ ഒരു ഇഷ്യൂസൊന്നും നമുക്ക് ഉണ്ടാവില്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ രീതിയിൽ ഫോട്ടോസിൻ്റെ ആ ഒരു ചെരുപ്പൊക്കെ വെക്കുമ്പോൾ ഇവിടെ പെയിൻറ്റ് കട്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇത് ഫൈബറിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ചേഞ്ച് ചെയ്യാനും പറ്റും. പിന്നെ ഒടിയുന്ന ഒരു ടൈപ്പ് അല്ല, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫൈബറാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ ഹീറോയുടെ ഒരു ചെറിയൊരു ബാഡ്ജിങ്ങും എഞ്ചിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതേപോലെ എയർ കട്ടിങ്, നമുക്ക് അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് എയർ കട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഫ്രണ്ട് വൈസറിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈസറും ഇതേപോലെ ഫ്രണ്ടിലത്തെ ഈ വൈസറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാകത്തിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ മീറ്റർ കൺസോളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മീറ്റർ കൺസോളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹീറ്റ്, അതേപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻ, അതേപോലെ ഡിസ്റ്റൻസ് ടു കിലോമീറ്റർ, നമ്മുടെ നിലവിലുള്ള ഫ്യൂവലിനകത്ത് എത്ര കിലോമീറ്റർ ഓടും, അതേപോലെ ഡേറ്റ്, കാര്യങ്ങൾ, ടൈം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഇതിലാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. ഭയങ്കര കളർഫുള്ളൊന്നുമല്ല, എന്നാലും 2,25,000 വാല്യൂ ഫോർ ദ മണി ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 11 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ബ്ലാക്കും, അതോടൊപ്പം തന്നെ ഇതൊക്കെ നമുക്ക് എളുപ്പം വേണമെങ്കിൽ ചെറിയ മോഡിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. പീസായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നത്.
11 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 40 to 45 എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വൈസും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് ചെറുതായിട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 40-42 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും 200 cc സെഗ്മെൻറ്റിനകത്ത് 45 മൈലേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള മൈലേജ് തന്നെയാണ്. അതുപോലെ കീയും കാര്യങ്ങളൊക്കെ ഹീറോയുടെ ഒരു കീ വേറെ ഒരു വൈറ്റും അതോടൊപ്പം തന്നെ ഒരു ബ്ലാക്കായിട്ട് കൂടിയിട്ടാണ് കീ വന്നിരിക്കുന്നത്. ഈ കീ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളത്, കുറച്ചുകൂടി ഡിസൈൻ വൈസ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്നാലും എൻജിൻ കിൽ സ്വിച്ച് കാര്യങ്ങൾ ഒക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എൻജിൻ സ്വിച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു പ്രസ് ബട്ടണാണ്. ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സാധാരണ രീതി ഇത്രയും വലിയൊരു സ്പോർട്സ് സെഗ്മെൻറ്റിൽ ഒരു വാഹനത്തിനാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ പല ആളുകൾക്കും ടൂ വീലേഴ്സിന് ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഓഫാക്കാതെ ഓണാവില്ല. ഓഫാവുന്ന അതായത് ഒരു ടേണിങ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന ഒരു സംവിധാനമില്ല. അത് പല വാഹനങ്ങളിലും കാണുന്നില്ല. അപ്പോൾ അത് ഏറ്റവും മിനിമം ആ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഇത്രയും വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഹാൻഡിലൊന്ന് ടേൺ ചെയ്ത് തിരിച്ച് ടേൺ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ആവുക എന്നത് വളരെ അത്യാവശ്യം വേണ്ട ഒരു വാഹനത്തിന് വേണ്ട ഒരു ഫീച്ചേഴ്സാണ്. ഇപ്പം നമ്മൾ കാറുകളിലൊക്കെ കാണുന്ന, എന്നാൽ നേരത്തെ പൾസറിൻ്റെ പഴയ മോഡൽ ഫസ്റ്റ് ടൈമിൽ പൾസർ ഇറങ്ങിയ സമയത്തൊക്കെ ആ ഒരു ഫീച്ചേഴ്സ് വന്നിരുന്നു. അതേ രീതിയിലൊരു ഫീച്ചേഴ്സ് ഇതിനകത്തും വരേണ്ടതായിരുന്നു. ഇന്ന് ഏകദേശ വാഹനങ്ങളും ആ ഒരു ഫീച്ചേഴ്സ് വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ ഒരു വാഹനവും കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം വലിയ എക്സ്പെൻസ് ഒന്നല്ല. നേരത്തെ സൈഡ് സ്റ്റാൻഡിലൊക്കെ പൾസർ കൊടുക്കുന്നതിന് പകരം ഇൻഡിക്കേറ്ററിലായിരുന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് സൈഡ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത് 163 കിലോഗ്രാം മാത്രമാണ്. ഇത്രയും ബൾക്കി ആയിട്ട് നമുക്ക് തോന്നുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് 160 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റാണ്. എന്നാലും നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ വെയിറ്റൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സീറ്റ് ഹൈറ്റ് വരുന്നത് 810. എന്തായാലും നമ്മളെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും ഇതിനകത്ത് ആകർഷിക്കപ്പെട്ട ഒരു സംഗതി ഇതിൻ്റെ സീറ്റ് കുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ പിറകിലത്തെ സീറ്റ് കഴിക്കാനുള്ളൊരു ഊരാനുള്ള ചെറിയൊരു ഇഗ്നീഷനൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ലോക്ക്. അപ്പോൾ ജസ്റ്റ് ഊരിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് അത്യാവശ്യമുള്ള നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡും പിന്നെ ചെറിയ ടൂൾസ് സ്പാനർ അത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു സീറ്റാണ്, വളരെ കുഞ്ഞു സീറ്റാണ്. കുറച്ചുകൂടി വിടുത്തുണ്ടായിരുന്നെങ്കിലും നന്നായിരുന്നു എന്നൊരു കൺസെപ്റ്റ്. എന്തായാലും ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, പിടിക്കാൻ സൗകര്യത്തിലുള്ള നല്ല രീതിയിൽ വിശാലമായിട്ടുള്ള ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്കൊരു ബാക്കിലൊരു ടൂൾ ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് ബോക്സൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനിങ് തന്നെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ഡിസൈന് ചെയ്യാവുന്നതാണ്. ഒരു ടൂറർ ബൈക്കായിട്ടും നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ ഹീറോ കൊടുത്തിട്ടുണ്ട്. 210 cc ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് 25.5 പവർ, അതായത് 9250 RPM. അതുപോലെ 20.4 Nm ടോർക്ക്, 7250 RPM. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോർക്കും അതോടൊപ്പം തന്നെ RPM ഈ ഒരു വാഹനത്തിനകത്ത് ലഭിക്കുന്നുണ്ട്. ഒരു നമ്മൾ R15 ആ ഒരു RPMനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു RPM ആണ്. R15 150 cc ആണെങ്കിലും അതിൻ്റെ RPM വളരെ കൂടുതലായിരുന്നു. അതേപോലെ അതിൽ കൂടുതൽ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള പുള്ളിങ്ങും പവറും ലഭിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള, എന്തായാലും കരിസ്മ ആ ഒരു പഴയ പ്രതാപം നിലനിർത്തിയിരിക്കുന്നു, നിരാശപ്പെടുത്തിയിരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് ഓൺ ദ റോഡിൽ കൂടി ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു വാഹനം നിലവിൽ ടെസ്റ്റ് റൈഡിനും അതോടൊപ്പം തന്നെ റിവ്യൂ ചെയ്യാനും നൽകിയിരിക്കുന്നത് ഹീറോയുടെ കൊയൻകോ കാലിക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ റിവ്യൂ കാണുന്നതിനപ്പുറം നിങ്ങൾ ടെസ്റ്റ് റൈഡ് എടുക്കാനും അതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും കഴിയാവുന്ന ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ, അതൊക്കെ മേടിച്ചെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓൺ ദ റോഡിൽ, മഴയാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് ഓൺ ദ റോഡിൽ വീഡിയോ ചെയ്യാൻ കഴിയുമെന്നറിയില്ല. എന്തായാലും നമുക്ക് റോഡിൽ ജസ്റ്റ് ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്ത് നോക്കാം.
സാധാരണ രീതിയിൽ പല വാഹനങ്ങളും മീറ്റർ കൺസോളിലാണ് നമ്മൾ ഈ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മീറ്റർ കൺസോളിനകത്ത് സ്വിച്ചസ് കൊടുക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ഹാൻഡിലിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഗിയർ നമ്മൾ ഒരു ലെഗിൻ്റെ ഒക്കെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒരു എൽ ടൈപ്പിൽ സാധാരണ ഒരു സ്പോർട്സ് വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് ഗിയറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ സ്പോർട്ടി ആയിട്ടുള്ള വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലുള്ള ഗിയർ ലിവറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് കരിസ്മ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്ത് നോക്കാം. നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. കുറേ സമയമായി നമ്മൾ കാത്തിരിക്കുന്നു. അപ്പം എന്തായാലും അധിക സമയം നമുക്ക് റോഡിലൂടെ ഈ മഴയത്ത് വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നല്ലൊരു സ്പോർട്ടി വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ചെയ്യുന്ന രീതിയിലുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, എന്നാൽ കുറച്ച് മടക്കിയിട്ടുള്ള ആ ഒരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സും ഒക്കെ നല്ല രീതിയിൽ വിശാലമായിട്ടുള്ള മിറേഴ്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് നമ്മളെ വാഹനത്തിന് കുറച്ചുകൂടി വലുപ്പമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മിറേഴ്സാണ്. 2 മിറേഴ്സും നല്ല രീതിയിൽ പുറത്തോട്ടേക്ക് ചാടിയിട്ടാണ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്പ്ലേയും നമുക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ടോർക്കിങ് ഫസ്റ്റ് നമ്മൾ കുറച്ച് ആക്സിലേറ്റർ കൂടുതലായിട്ട് കൊടുക്കേണ്ട ഇതുണ്ട്. അല്ലാത്ത പക്ഷം വാഹനം പെട്ടെന്ന് കുത്തി ഓഫാവുന്ന ഒരു ഉണ്ടാവും. ഇപ്പം നമ്മൾ 60 ഗിയറിലൊക്കെ 60 സ്പീഡ് 65 സ്പീഡിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ 5 ഗിയറിൽ ഒക്കെ നമ്മൾ പോകുമ്പോൾ യാതൊരു രീതിയിലുള്ള പിന്നെ നോക്കിങ്ങോ നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ആക്കുന്ന സമയത്തുള്ള നോക്കിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓരോ ഗിയേഴ്സും ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയേഴ്സിലാണ് കുറച്ച് നമുക്കൊരു താമസം തോന്നിയത്. ഇപ്പം ഫോർത്ത് 40 38 ആ ഒരു സ്പീഡിലൊക്കെ നമ്മൾ എത്തി. എന്നാൽ ഗിയർ നമ്മൾ 5 ആ ഒരു ഗിയറിലൊക്കെയാണുള്ളത്. എന്നാൽ സാധാരണ കൂടിയ വാഹനങ്ങൾക്ക് ആ ഒരു നോക്കിങ് ഇഷ്യൂസ് വരും ഓട്ടോമാറ്റിക്കായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഡ്യൂക്ക് അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ, അതേപോലെ ജാവയുടെ അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗിയറിൻ്റെ ഭാഗം നോക്കിങ് സൗണ്ട് വരും. അപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗിയർ നിർബന്ധമായിട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. എന്നാൽ ഇത്തരം വാഹനങ്ങൾ ഈ വാഹനം നമുക്ക് സിറ്റിയിലും വളരെ യൂസ്ഫുള്ളായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കൂടുതൽ ഉപയോഗിക്കാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്. പിന്നെ ഫസ്റ്റ് സെക്കൻഡിലൊക്കെ ഇനീഷ്യൽ കുറച്ച് പുള്ളിങ് കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് തേർഡിന് ശേഷം നല്ല രീതിയിലുള്ള പുള്ളിങ്ങാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതേപോലെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, സാധാരണ വാഹനങ്ങൾ ഇത്തരത്തിലുള്ള നമ്മൾ സ്പോർട്ടി വാഹനങ്ങൾ ടേണിംഗ് റേഡിയസ് വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ സ്പേസ് ഇപ്പോൾ ഒരു യൂ ടേൺ അടിക്കുക, അല്ലെങ്കിൽ അത്ര നമ്മൾ വണ്ടിയൊക്കെ വളച്ച് എടുക്കുന്ന സമയത്ത് ഒരു ലേലൻ്റെ ഒരു സ്പേസൊക്കെ എടുക്കുന്നത് അത്രയില്ലെങ്കിലും നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സ്പേസ് വേണ്ടി വരും ഒരു വാഹനം ഓടിച്ചെടുക്കുക എന്നുള്ളത്. ഇതേപോലെ സ്പോർട്ടി വാഹനങ്ങൾ പ്രത്യേകിച്ച് ഹാൻഡിലൊക്കെ മൊത്തം കവർ ചെയ്ത് വരുന്ന ഈ രീതിയിലുള്ള വാഹനങ്ങൾ, ഇപ്പം നമ്മൾ ടി വി എസിൻ്റെ റോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനമായാൽ പോലും നമുക്ക് അതിന് കുറച്ച് ടേണിംഗ് റേഡിയസ് കുറവാണ്. അതായത് കൂടുതൽ സ്പേസ് നമുക്ക് ആവശ്യം വരും ചില സമയത്ത് നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ. ഈ വാഹനത്തിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ടേണിംഗ് റേഡിയസ് വളരെ കൂടുതലാണ്. ചുരുങ്ങിയ സ്പേസിൽ നമുക്ക് പെട്ടെന്ന് വാഹനം നമുക്ക് ഓടിച്ചെടുക്കാൻ കഴിയും. ഇപ്പം നമ്മൾ കാറൊക്കെ എടുക്കുകയാണെങ്കിൽ 4.5 ആണ് ഏറ്റവും നല്ല സൂപ്പർ ടേണിംഗ് റേഡിയസ് എന്ന് നമ്മൾ പറയും. അതേപോലെ നല്ലൊരു ടേണിംഗ് റേഡിയസ് ഉള്ളൊരു വാഹനമാണ്. എന്തായാലും ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം നല്ല എൻജിൻ്റെ ഭാഗത്തും നല്ല രീതിയിൽ റിഫൈൻമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ നമ്മളെ കരിസ്മയിൽ ഹീറോ ഹോണ്ട കരിസ്മയിലൊക്കെ ഉണ്ടായിരുന്ന അതേ ഒരു റിഫൈൻമെൻറ്റ്, അല്ലെങ്കിൽ ഹോണ്ടയുടെ ആ ഒരു പിന്നെ വാഹനത്തിലൊക്കെ വരുന്ന നല്ല രീതിയിലുള്ള റിഫൈൻമെൻറ്റ് നമുക്ക് ഈ ഒരു ഹീറോയുടെ ഈ ഒരു കരിസ്മയുടെ പുതിയ മോഡലിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഗിയറൊക്കെ നമ്മൾ 5th ഗിയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഗിയർ കൂടി മാറ്റണം ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നില്ല. അപ്പോൾ 4th ഇനിയും ചില വാഹനം അങ്ങനെയാണ്, ഇനിയും ഗിയർ മാറ്റും എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് അതിൻ്റെ ഒരു സ്മൂത്ത് വർക്കിങ്ങിനകത്ത്, അല്ലെ ആ ഒരു വർക്കിങ്ങിനകത്ത് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് 5 ഗിയറിൽ പോകുമ്പോൾ, അല്ലെ 6ാമത്തെ ഗിയറിൽ പോകുമ്പോഴൊക്കെ നമുക്ക് അടുത്തൊരു ഗിയർ കൂടി മാറ്റാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഗിയർ കൂടി വേണമായിരുന്നു എന്നൊക്കെ ഫീലിങ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഈ ഹീറോയെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഹീറോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഹോണ്ടയും അതേപോലെ ജാവ അല്ലെങ്കിൽ പിന്നെ KTM മറ്റും
അതേപോലെ റോയൽ എൻഫീൽഡ് തുടങ്ങിയ കമ്പനികളൊക്കെ വിദേശ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രൈസിനെ വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൺസ്യൂമബിൾസ് അല്ലെ സർവീസ് കോസ്റ്റിനകത്ത് ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഓയിൽ, അതേപോലെ എഞ്ചിൻ ഓയിൽ അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ പ്രൈസ് കുറച്ച് കൂടുതലായെന്ന് വരാം. എന്നാൽ ഹീറോ അതേപോലെ TVS അതേപോലെ ഒരുപാട് ഇന്ത്യൻ കമ്പനികളുണ്ട്. അത്തരം കമ്പനികൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പിന്നെ കൺസ്യൂമബിൾസിൻ്റെ കാര്യത്തിൽ സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി താഴോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള സ്പോർട്സ് വാഹനങ്ങൾ തന്നെയായിരിക്കും ഇത്തരം വാഹനങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഈ ഒരു വാഹനം ജസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വൻകോയുടെ ഷോറൂമായിട്ട് വിസിറ്റ് ചെയ്യും. അവിടെയുള്ള ഡീലേഴ്സും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം വാഹനങ്ങൾ നമ്മൾ ഈ വീഡിയോ കണ്ടതിന് പുറമെ നിങ്ങൾക്ക് അത്തരം ഫീഡ്ബാക്സുകൾ കൂടി എടുത്തതിന് ശേഷം നിങ്ങൾ വാഹനം പിന്നെ ഓടിച്ചതിന് ശേഷം എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെപ്പോലെയുള്ള ഇതേപോലുള്ള കുഞ്ഞു യൂട്യൂബേഴ്സിന് യാതൊരു മടിയുമില്ലാതെ കൊയൻകോ ഹീറോയുടെ കാലിക്കട്ടിലെ ഫസ്റ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഷോറൂമിൽ ഒന്നാമത്തെ പ്രീമിയം ഷോറൂമാണ് നമ്മളെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് പ്രീമിയം ഷോറൂമാണ് കാലിക്കട്ടിലെ കൊയൻകോ ഷോറൂം. ആ ഷോറൂം നമുക്ക് യാതൊരു മടിയുമില്ലാതെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനും വീഡിയോ എടുക്കാനും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് വാഹനം വിട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ വാഹനമൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കോഴിക്കോടുള്ള ഇവരുടെ ഷോറൂമായിട്ട് വിസിറ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക.